ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എച്ച് ഗെയിമിംഗ്. അപ്പോൾ നിങ്ങൾ ഈ തമ്മിൽ കാണുന്ന പോലെ എനിക്കും എൻ്റെ ഗെയിമിംഗ് ചാനലായ എച്ച് ഗെയിമിങ്ങിൽ ഫൈനലി അതൊരു റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രശ്നം വന്നിരിക്കുന്നു. നമുക്ക് മോണിറ്റൈസേഷൻ പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷനൊക്കെ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒരു 3,351 ഹവേഴ്സൊക്കെ പോയായിരുന്നു. പക്ഷേ അപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി 2 സ്റ്റെപ്പും റെഡിയായി. പക്ഷേ 3-ാം സ്റ്റെപ്പായ ചാനൽ നോക്കിയപ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട്, കാരണം 105K 150K ഒക്കെ അടിച്ച വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഭയങ്കര വിഷമമായി, കാരണം ആ ഒരു 351 നിന്ന് കുറഞ്ഞ് ഒരു 1900 സംതിങ് ആയി വാച്ചിങ് അവർ കുറഞ്ഞു. അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടണം. ഓക്കെ, അപ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ളത് എടുത്താൽ അത്രയ്ക്ക് എഡിറ്റ് ചെയ്തും നമ്മുടെ ഫേസ് കാണിച്ചും അങ്ങനെ ഇടുക. ഞാൻ അധികം എടുക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഗെയിമിംഗ് സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ച് മലയാളം ഫണ്ണി ഷോർട്സ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷിറില്ലേ, ഹാഷിറിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് ഷോർട്സ് ആക്കി ഞാൻ എൻ്റെ ചാനലിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ അത് റീച്ചായി. പക്ഷേ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം വന്നു. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്യൂബ് എല്ലാ പണി തരുന്നത് നമുക്കത് അറിയാൻ പറ്റും, എന്തുവാ തരുന്നത്, എവിടെ തരുന്നതെന്നൊക്കെ. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം ഇനി ഒന്നേന്ന് തുടങ്ങണം. അത് കാരണം എല്ലാം പോയിരിക്കും ഇപ്പം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ക്രോം വഴി നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് എല്ലാ വീഡിയോയും എടുക്കുക. ഓക്കെ, അതിനകത്ത് കണ്ടൻറ് ഉണ്ട്, കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോയും എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഇമേജസ് നിങ്ങളുടെ വീഡിയോയിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റീയൂസ്ഡ് കണ്ടൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഇമേജസ് മെയ്ഡ് ടു ബി കോപ്പിറൈറ്റഡ് കണ്ടൻറ്റ് എന്ന് എഴുതി ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഇത് ആദ്യമൊന്നും ആരും പറഞ്ഞുതരാനൊന്നും ഇല്ലായിരുന്നു, സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഗൈസ്. അപ്പോഴേ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും പണി കിട്ടും. മെയിൻ ഇഷ്യൂസ് ആണ് വരുന്നത്. അപ്പം ആ ഒരു ഇമേജസ് ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് AI ഇമേജസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ അത് ഏതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചു തരാം, ഫ്രീ ഇമേജസ്. അപ്പം ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കണം. അല്ലാതെ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത ഇമേജസ് ആണെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഞാനത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഗൂഗിളിൽ നിന്ന് എടുത്ത ഇമേജസ് ഉള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഡിലീറ്റ് ആക്കാൻ നിൽക്കരുത് ഗൈസ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് വീഡിയോ കണ്ടൻറ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ എഡിറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രിം ഓർ കട്ട് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ ആ ട്രിം ഓർ കട്ടിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ന്യൂ കട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും, ഫോണിലാണെങ്കിലും പറ്റും, ലാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ലാപ്പില്ല, അപ്പോൾ ഞാൻ ഫോണിൽ തന്നെ ഒരുപാട് നേരം എടുത്താണ് ചെയ്തത്. അപ്പം ഒരുപാടുണ്ടായിരുന്നു, ഞാൻ ഗൂഗിളിൽ നിന്ന് കുറേ ഇമേജസ് എടുത്തായിരുന്നു, എൻ്റെ ഗെയിമിങ്ങും റിലേറ്റഡ് ആയിട്ട് കുറേ ഇമേജസ്. ഓക്കെ, അപ്പം അല്ലാതെ വേറെ ആരുടെയും ഫോട്ടോയൊന്നുമല്ല. അങ്ങനെ അതെടുത്ത് അപ്പം ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, അപ്പം കുറേ പേര് ചിന്തിച്ച് കാണും ഇപ്പം വാച്ചിങ് ഹവേഴ്സ് കുറയുമോ, വാച്ചിങ് ഹവേഴ്സ് കുറയുമെന്നൊക്കെ. പക്ഷേ കുറയില്ല, ആ ഒരു രീതിയിൽ തന്നെ കിടക്കും. ഓക്കെ, അതാണ് നല്ലൊരു ഓപ്ഷൻ. യൂട്യൂബ് കൊണ്ടുവന്നത് ഈ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അതായിരുന്നു. കാരണം നമ്മൾ ആ ഒരു സ്പെസിഫിക് ലെന്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയൊന്നും പോകുന്നില്ല. എന്നിട്ട് അതെല്ലാം സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് എടുക്കും. അപ്പോൾ അത് ആ ഒരു പോർഷൻ മാത്രം പോയിട്ടുള്ള ന്യൂ വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനലിൽ കിടക്കുന്നത്. പക്ഷേ നമ്മളിന്ന് പിന്നെ ശ്രദ്ധിച്ചാലും മതി, നമ്മുടെ വാച്ചിങ് ഹവേഴ്സ് കുറഞ്ഞു കാണത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കുറേ അവസ്ഥയായി. ഇപ്പോൾ ആരും പറഞ്ഞുതരാനില്ലാത്തതുകൊണ്ട് ടെൻഷനായി ഒരുപാട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ കുറേ യൂട്യൂബിൽ നോക്കാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ചു, അവരൊക്കെ പൈസയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ChatGPT ആണെങ്കിലും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഇങ്ങനെ വന്നത്, കുറച്ച് നല്ല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ പണി കിട്ടി. അപ്പം ഇപ്പോഴും നമ്മൾ കറക്റ്റായിട്ടാണ് വീഡിയോ അപ്പോൾ നമുക്ക് ഇടുന്നത്. അപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ 14 എന്തോ സംതിങ് ആണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയില്ല. നമുക്ക് അപ്പീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ യൂട്യൂബിൽ കിടക്കുന്ന കണ്ടൻറ് എല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം. ഓക്കെ, അപ്പീൽ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ള കണ്ടൻറ്റ് തന്നെയാണെങ്കിൽ, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആരുടെയും നിന്നും എടുക്കാത്തൊരു കണ്ടൻറ്റ് ആണെങ്കിൽ ആ ദിവസം തന്നെ നിങ്ങൾക്കത് മോണിറ്റൈസ് ആവും. ഓക്കെ, ഒരുപാട് ഡേയ്സ് ഒന്നും എടുക്കത്തില്ല. ഇപ്പോൾ അത് ന്യൂ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഒരുപാട് ഡേയ്സ് ഒന്നും എടുക്കത്തില്ല, അപ്പോഴും തന്നെ അത് മോണിറ്റൈസ് ആയിട്ട് കിട്ടും. ഓക്കെ,
അല്ലാത്ത പക്ഷം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി ഡിലീറ്റ് ആക്കണം. എന്ന് പറഞ്ഞാൽ ട്രിം ചെയ്യണം. വീഡിയോ ഡിലീറ്റ് ആക്കാനല്ല, ആ ഒരു പോർഷൻ ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഡിലീറ്റ് ആക്കി സേവ് ആക്കിയാൽ മതി. അങ്ങനല്ല ഫുള്ളും ഇനി ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ വേറെ ഒരാളുടെ എടുത്താണെങ്കിൽ ഡിലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചാനൽ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കിനി വേറെ ഒരു ന്യൂ വീഡിയോയും കൂടെ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ജൂലൈക്ക് ആകുമ്പോഴത്തേക്ക് റീഅപ്ലൈ ചെയ്തിട്ട് സക്സസ് ആവുമെന്നാണ് എൻ്റെ ഉറപ്പ്. അല്ലെങ്കിൽ അതിനും വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റീഅപ്പീൽ ചെയ്യും, കാരണം ഇപ്പം കിടക്കുന്നതൊക്കെ എൻ്റെ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും എടുക്കാൻ നിൽക്കരുത്. ഇപ്പം മ്യൂസിക്കിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പം എനിക്ക് മ്യൂസിക്കിലാണോ പ്രശ്നം ഇപ്പോൾ അറിയാൻ വയ്യ. ഞാൻ നോക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, മ്യൂസിക് എടുക്കുന്നവരുടെ ശ്രദ്ധിക്കും, കോപ്പിറൈറ്റ് കിട്ടും. ഇവർ പലതും സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കിടക്കുന്നത് എനിക്ക് യൂട്യൂബിൽ, പക്ഷേ അതെടുക്കുമ്പോൾ തന്നെ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഫ്രീ വെബ്സൈറ്റായ പിക്സാബേ അതൊക്കെ ഉണ്ട്. പിക്സാബേയിലൊക്കെ ഫ്രീ ആയിട്ടോ എല്ലാം കിടക്കുന്നത്. അതൊന്നും പ്രശ്നമില്ല യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾക്കിനി മറ്റേ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈം, ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വിട്ടേക്ക്, വാച്ച് ടൈം അവേഴ്സ് കൂട്ടണമെങ്കിൽ വേറൊരു ട്രിക്കുണ്ട്. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോ പറയുന്നില്ല. ഇതുവരെ ഞാൻ എല്ലാത്തിലും സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആരും അതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അത് ഭയങ്കര ഇഷ്യൂ ആവുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാനിതിപ്പം പറയുന്നില്ല. അടുത്ത വീഡിയോ നിങ്ങൾക്കത് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് വിത്ത് 0 ബഡ്ജറ്റിൽ നോ ബാൻ ഇഷ്യൂവിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു വീഡിയോ അടുത്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒത്തൊരുമയോടെ നിൽക്കുക. അതേ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 10 hours 8 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ വരിക. വാച്ചിങ് അവേഴ്സ് കൂട്ടണമെങ്കിൽ മാത്രം മതി. അല്ലാതെ ഇപ്പം അതൊക്കെ ഭയങ്കര ബഡ്ജറ്റിൽ നടക്കുന്ന സംഭവമാണ്. എനിക്ക് ബഡ്ജറ്റിൽ നടക്കേണ്ട സംഭവം ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാകാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളും ഇതേപോലെ സാധാരണക്കാരിൽ നിന്ന് വന്നേ, അപ്പം അതേപോലെ അനുഭവിക്കുന്ന കുറേ പേര് കാണും. അപ്പം അവർക്കെല്ലാം ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ, പിന്നെ ഈ ഷോർട്സ് വൈറലാവാനുള്ള ട്രിക്സ് അതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഇടയ്ക്ക് പരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്കിനി പരീക്ഷിച്ചിട്ട് ഞാനൊരു ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതുവരെ എല്ലാവർക്കും കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. എന്നിട്ട് അടുത്ത വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.